ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ ദർശൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കേസുകളാണ്. അതായത് ഏപ്രിൽ 10 നമ്മുടെ വാട്സപ്പ് കമൻറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും കിട്ടിയ പൈസ മൊത്തം എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് വിളിക്കാനായിട്ട്. കാരണം അത്രയ്ക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അന്ന് ട്രേഡ് എടുത്തിട്ടുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, അതിന് സ്ക്രീൻഷോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ എനിക്കത് മനസ്സിലായി? ഓക്കെ, സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ സോള് വാങ്ങി $114 പെർ സോള്. ഇത്തേറിയം 1498 1600 1700 ഞാൻ വാങ്ങി. പിന്നെ സൂയി 198 22 28 210 ഈ പറഞ്ഞ എല്ലാ എൻട്രികളും ഇപ്പോൾ ഏകദേശം ഡബിളും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഡബിളായിട്ടിരിക്കുകയാണ്. ഓക്കെ, സൂയി ഡബിളായി ഓൾറെഡി, ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് ഡബിളായിട്ടിരിക്കുകയാണ്. വരും മാസങ്ങളിൽ എന്തായാലും ഡബിൾ ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഓക്കെ എന്നുള്ളത് നമുക്കറിയേണ്ടത്. കാരണം നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാണ് കേട്ടിട്ട് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ യു ആർ ലേറ്റ് ഫോർ ദി എൻട്രി. ഓക്കെ, പക്ഷേ എങ്ങനെയാണ് കണ്ടെത്തുന്ന രീതി പഠിച്ചു കഴിഞ്ഞാലാണ് യു വിൽ ബിക്കം പ്രോഫിറ്റബിൾ. കാരണം ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ട്രേഡിങ് ഒരു ബിസിനസ് ആയാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ ഒരു ട്രേഡ് ബിസിനസ്സിലായാലും സ്പീഡ്. ഓക്കെ, എത്രയും പെട്ടെന്നാണോ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം സ്പീഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്കും പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സംഭവം വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, എന്താണ് ഈ പൊസിഷൻ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം നമ്മൾ വായും മുട്ടി വെറുതെ ഇരിക്കും മാസങ്ങളോളം. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നമുക്ക് തോന്നാണ് ടോപ്പിലെത്തിയെന്ന്, അപ്പോൾ നമ്മൾ വിൽക്കുന്നു. അതുപോലെ തന്നെ ഓപ്പോസിറ്റും, ഒരു ട്രേഡ് എടുക്കുന്നു, മാർക്കറ്റ് ഡൗൺ ആവുമെന്ന് വിചാരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ബോട്ടമായെന്ന് വിചാരിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. നമ്മളൊരു ട്രേഡ് 1 മാസമോ 2 മാസമോ 3 മാസമോ 6 മാസമോ 1 വർഷമോ 2 വർഷം വരെ എത്താനുള്ള കേസൊക്കെ ഉണ്ട്. അതാണ് പൊസിഷൻ ട്രേഡിങ്. അപ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡ്രോപ്പ് ആവും. അപ്പോൾ ഏപ്രിൽ 8 ഏറ്റവും അവസാനമായിട്ട് ഡ്രോപ്പ് ആയിക്കണത്. അപ്പോൾ അന്നാണ് നമ്മൾ ലോങ് വിളിക്കുക. അതിനൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് ഞാൻ ഏപ്രിൽ 10 നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞത്. കാരണം ഒരു കൺഫർമേഷൻ എനിക്ക് വേണമായിരുന്നു, ദിസ് ഈസ് ദ ബോട്ടം. അങ്ങനെ കിട്ടി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ എല്ലാവരോടും കിട്ടിയ പൈസ എടുത്ത് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തോളാം. ഓക്കെ, അതാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ എല്ലാവരോടും ഞാൻ പണ്ടും പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഇനി എന്നും പറയുന്നു, നിങ്ങൾ ഒരു കാലത്തും പൈസ മൊത്തം എടുത്ത് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്തത് DCA എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി, ഡോളർ കോസ്റ്റ് ആവറേജ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് പല പ്രൈസ് സോണുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലാതെ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 സ്ട്രാറ്റജിയാണ് ഞാൻ മെയിനായിട്ട് ആ സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതായത് DCA ചെയ്യുന്നു, പൊസിഷൻ ട്രേഡിങ് ചെയ്യുന്നു. അന്നെടുത്ത എല്ലാ പൊസിഷനും ഇപ്പോൾ ഡബിളും ത്രിബിളായിട്ടിരിക്കുകയാണ് ഏകദേശം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഓൾ കോയിൻസുകളും അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിപ്പോഴും പ്രോഫിറ്റബിൾ ആണ്. അത് ഞാൻ പബ്ലിക്കായിട്ട് ട്രേഡ് ചെയ്യുന്ന എൻ്റെ വാലറ്റിൽ കാണാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പെട്ടെന്ന് ഇൻഫർമേഷൻ പെട്ടെന്ന് അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഇറ്റ്സ് വിൽ ബി റിഗാർഡിങ് ഇൻവെസ്റ്റിംഗ്. ഓക്കെ, ട്രേഡിങ്ങിനെ കുറിച്ച് ഞാൻ അധികം പറയില്ല. കാരണം സിഗ്നൽസും കാര്യങ്ങളും ഞാൻ അധികം സെല് ചെയ്യില്ല. കാരണം എനിക്കിവിടെ വർക്ക് ചെയ്യണം, ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യണം, ഓവർ ടൈം വർക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണത്. കാരണം ഇൻവെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാം, വിൽക്കാം, അത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ ട്രേഡിംഗ് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യണം. അതിനുള്ള സമയം എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. അതിനുള്ളൊരു മെൻ്റൽ പേഷ്യൻസ് അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കാൻ എനിക്ക് സാധ്യതയില്ല. കാരണം എനിക്ക് ഒരുപാട് എൻഗേജ്മെൻ്റ് ഉള്ള കാരണത്താൽ. ഓക്കെ, പക്ഷേ ഇൻവെസ്റ്റിങ്ങിനുള്ള സമയമുണ്ട്. അതുകൊണ്ടാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ബൈയും വാങ്ങണതും വിൽക്കണതും പറയണത്. ഓക്കെ, ട്രേഡിങ് ചെയ്യാം, പക്ഷേ അത് കഷ്ടപ്പാടാണ്. ട്രേഡിങ് ഈസ് റിയലി ഹാർഡ്. കാണുന്ന പോലെയല്ല, വളരെ കഷ്ടപ്പാടാണ്.
ഓക്കെ, ഇനി നമുക്ക് മാക്രോ കണ്ടീഷനിലോട്ട് കിടക്കാം. ഏകദേശം ഞാൻ ബിറ്റ് കോയിൻ കാണുന്നത് 1,40,000 തൊട്ട് 1,60,000 വരെ പോകുന്നതാണ്. അതിന് മേലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. യുവിനെ പറഞ്ഞു ചിലപ്പോൾ അതിന് താഴത്തേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റിയുടെ ബേസിസിൽ പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ട്രസ്റ്റിൻ്റെ ബേസിസിലും പോകുന്നതാണ്. അത് കാരണത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രൈസ് പ്രൊഡിക്ഷൻ പറയാൻ പറ്റില്ല. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും ഒരുപാട് ടെക്നിക്കൽ അനാലിസിസ് ഉണ്ടെങ്കിലും ഇപ്പോൾ മാർക്കറ്റ് ചലിക്കുന്ന മാക്രോ കണ്ടീഷൻസ് ബേസിസിലാണ്, അല്ലാതെ ടെക്നിക്കലല്ല. ടെക്നിക്കൽ ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ മാക്രോ കണ്ടീഷൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ക്രിപ്റ്റോയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അതുവരെ പോകുന്നതാണ് ഞാൻ കണക്കാക്കുന്നത്. ഐ മൈ ബി റൈറ്റ്, ഐ മൈ ബി റോങ്. ഇൻ 3 months, ഓക്കെ, ജൂലൈയുടെ ഉള്ളിൽ നടക്കുന്നതാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ, കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ 90 ഡേയ്സിൻ്റെ ആ ഒരു എക്സ്പയറി ആ സമയത്താണ്. അതുകൊണ്ട് ഓക്കെ, ദാറ്റ്സ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ്. പിന്നെ എൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസാവസാനം ആകുമ്പോൾ ഞാൻ ഏകദേശം പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. കാരണം മാസാവസാനം ആകുമ്പോൾ എപ്പോഴും ഞാൻ കണ്ടുവന്നിരിക്കുന്നത് മാർക്കറ്റ് അപ്പാവുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ വിൽക്കുക. ഓക്കെ, എല്ലാവരും ഗ്രീഡി ആയിട്ട് വാങ്ങുന്ന സമയത്താണ് ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അതിൻ്റെ വേറൊരു പേരാണ് പൊസിഷൻ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് ഇനിയുള്ള വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ദിസ് ഇസ് ദർശൻ സൈനിങ് ഓഫ്. പീസ് ഔട്ട്.